ഇന്ന് രാവിലെ പുട്ടും കടലക്കറിയായിരുന്നു കേട്ടോ. അപ്പോൾ കടലക്കറിക്ക് വേണ്ടിയിട്ടുള്ള കടല വേവിച്ചെടുത്ത് മാറ്റി വെച്ചിട്ട് നമ്മൾ ചീഞ്ചട്ടിയിലേക്ക് കടുക് വറക്കുന്നതിൻ്റെ ഒപ്പം മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, പിന്നെ ഇച്ചിരി ഗരം മസാലയും കൂടെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുത്തേ. അതിനകത്തേക്ക് നമ്മൾ തേങ്ങയും പിന്നെ ഇച്ചിരി കടല വേവിച്ചതും കൂടെ അരച്ച് ചേർത്തു. അങ്ങനെ കടലക്കറി നമ്മൾ സെറ്റാക്കി എടുത്തു കേട്ടോ. പിന്നെ അമ്മ ദേ പുട്ടാണെങ്കിൽ വേവിക്കാൻ വെച്ചേ. ഇന്ന് ഇഡ്ഡലിത്തട്ടിലാട്ടോ പുട്ട് വേവിച്ചെടുത്തേ. അതാകുമ്പോൾ എളുപ്പമുണ്ടല്ലോ. അങ്ങനെ കടലക്കറിയൊക്കെ സെറ്റാക്കി എടുത്തിട്ട് ദേ അവിയലിനുള്ള അരിഞ്ഞും വെച്ച് നേരെ കാപ്പി കുടിക്കാനിരുന്നേ. അങ്ങനെ രാവിലത്തെ കാപ്പൂടിയൊക്കെ കഴിഞ്ഞ് കണ്ണനും എണീറ്റുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ കണ്ണനും കഴിക്കാനൊക്കെ കൊടുത്തിട്ട് ഞാൻ ടൗണിലൊന്ന് പോകണം. അപ്പോൾ ഇത് അരി ഞാൻ തിളയ്ക്കായിട്ടുണ്ടായിരുന്നു കേട്ടോ അതിനിടയിൽ. അപ്പം ഞാൻ അതും റൈസ് കുക്കറിലേക്ക് എടുത്ത് വെച്ചിട്ട് നേരെ മുകളിൽ വന്നിൻ്റെ പണിയെല്ലാം തീർത്തു കേട്ടോ. അങ്ങനെ കുളിച്ച് ടൗണിലേക്ക് ഇറങ്ങി. അപ്പോൾ ചേച്ചി ടൗണിലുണ്ടായിരുന്നു. അങ്ങനെ ഞാനും ഏട്ടനും ചേച്ചിയും കൂടെയാണ് കേട്ടോ പോയത്. പിന്നെ മുറിച്ചെടുക്കാനുള്ള മെറ്റീരിയലൊക്കെ എടുത്തിട്ട് ഞങ്ങൾ നേരെ അതിൻ്റെ മുകളിൽ തന്നെ ഈ കമ്മലൊക്കെ ഉള്ള ഒരു സെക്ഷൻ ഉണ്ട് കേട്ടോ. അപ്പോൾ അവിടെ പോയിട്ട് 2 കമ്മലൊക്കെ എടുത്ത് പിന്നെ ഒരു ബേക്കറിയിലേക്കാണ് പോയത്. പുതിയൊരു ബേക്കറി തുടങ്ങിയതാട്ടോ. ഒരു ഷേക്ക് കുടിക്കാനാണ് പോയത്. പക്ഷെ അവിടെ ഷേക്ക് ഉണ്ടായിരുന്നില്ല. പക്ഷെ വെറൈറ്റി ആയിട്ട് കുറേ ഐറ്റംസ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ 2 വെറൈറ്റി ഒക്കെ വാങ്ങിച്ചിട്ട് ഞങ്ങൾ നേരെ വേറൊരു ബേക്കറി പോയിട്ട് ഷേക്കൊക്കെ കുടിച്ച് നേരെ തിരിച്ച് വീട്ടിലേക്ക് പോന്നു.